ആന്ധ്രാപ്രദേശിൽ ഭരണപക്ഷം കോൺഗ്രസ് ആണ്. ഇവിടെ കോൺഗ്രസിന് ഇനി നേരിടേണ്ടി വരിക പുതിയ വെല്ലുവിളികളും പ്രതിസന്ധികളുമായിരിക്കും. തെലുങ്ക് സൂപ്പർ താരമായ അല്ലു അർജുനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടപടി കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ ശത്രുതയാണ് തെലുങ്ക് സിനിമാ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. തെലങ്കാനയിലും ആന്ധ്രയിലും വലിയ സ്വാധീനമുള്ള താരമാണ് അല്ലു അർജുൻ. സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവി, പവൻ കല്യാൺ, രാം ചരൺ തുടങ്ങിയവരുടെ അടുത്ത ബന്ധു കൂടിയായ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ നീങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെ അല്ലു അർജുൻ കോൺഗ്രസിനെതിരെ രംഗത്ത് വരികയാണെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെലങ്കാന ഭരണം തന്നെ കോൺഗ്രസിന് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം. അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പ 2 ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തെലങ്കാന പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118(1) വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. 5 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവ. ഹൈദരാബാദിലെ പഴയ തിയേറ്റർ കോംപ്ലക്സുകളിൽ ഒന്നായ സന്ധ്യ തിയേറ്ററിൽ നടന്ന പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു. ഇതോടെ ഉണ്ടായ തിക്കിലും തിരക്കിലുമാണ് ചിത്രം കാണാനെത്തിയ രേവതി എന്ന യുവതി മരിച്ചത്. അല്ലുവും സംഘവും തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ഏറെ വൈകിയാണ് പോലീസിനെ അറിയിച്ചത് എന്നതാണ് ഈ വിഷയത്തിൽ അധികൃതരുടെ വാദം. അതിനാൽ തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് ഒരുക്കാനായില്ലെന്നും പോലീസ് പറയുന്നു. അല്ലു അർജുനൊപ്പം ഉണ്ടായിരുന്ന സ്വകാര്യ സെക്യൂരിറ്റി സംഘം ആളുകളെ കൈകാര്യം ചെയ്തതായും പോലീസ് ആരോപിച്ചിട്ടുണ്ട്. അല്ലു അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തിരുന്നത്. ഒപ്പം സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ്, അല്ലു അർജുന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ചുമതലയുള്ളയാൾ, ആ സമയത്ത് അല്ലുവിന് ഒപ്പമുണ്ടായിരുന്ന സിനിമാ സംഘാംഗങ്ങൾ എന്നിവർക്കെതിരെയും കേസെടുത്തിരുന്നു. മരണപ്പെട്ട രേവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച അല്ലു അർജുൻ ഇത്തരമൊരു സംഭവം നടന്നതിൽ തന്റെ ഹൃദയം തകർന്നു പോയതായും പറഞ്ഞിരുന്നു. രേവതിയുടെ ഗുരുതരമായി പരുക്കേറ്റ മകൻ ശ്രീതേജിന്റെ എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കുമെന്നും താരം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ പോലീസ് നടപടിയെ തടുക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപാണ് തികച്ചും നാടകീയമായി ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ച് അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കെ കോടതി തീരുമാനം വരും മുൻപ് അല്ലുവിനെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് അല്ലു അർജുന്റെ ആരാധകരും സിനിമാ പ്രവർത്തകരും ചോദിച്ചത്. തിയേറ്ററിൽ താരമെത്തുന്ന കാര്യം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ അല്ലു അർജുൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കിടപ്പുമുറിയിൽ നിന്ന് വിളിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തിനെന്ന് അല്ലു അർജുൻ ചോദിച്ചതും പ്രാതൽ കഴിക്കാൻ സമയം തരണമെന്ന് ആവശ്യപ്പെട്ടതുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുമായി ചെറിയ വാക്കേറ്റത്തിന് കാരണമായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അച്ഛൻ അല്ലു അരവിന്ദും ഭാര്യ സ്നേഹ റെഡ്ഡിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലും വാക്കേറ്റമുണ്ടായതിനിടെയാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എന്നാൽ അല്ലു അർജുൻ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇടക്കാല ജാമ്യം നൽകിയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെയാണ് അല്ലു അർജുന്റെ ജയിൽ മോചനത്തിന് വഴിയൊരുക്കിയത്. എന്നാൽ അപ്പോഴും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ജയിലിലെ പ്രധാന കവാടത്തിന് മുൻപിൽ ആരാധകർ കാത്തു നിൽക്കുന്നതിനാൽ അല്ലു അർജുനെ പിൻവാതിലിലൂടെയാണ് പുറത്തിറക്കിയത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തെ പിൻവാതിലിലൂടെ പുറത്തെത്തിച്ചത്. അതേസമയം ഈ കേസിൽ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്ന അല്ലു അർജുൻ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് വൻ വെല്ലുവിളി ഉയർത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ആന്ധ്രയിൽ അല്ലു അർജുന്റെ ബന്ധു കൂടിയായ സൂപ്പർ താരം പവൻ കല്യാണിനെ മുൻനിർത്തിയാണ് TDP നേതാവ് ചന്ദ്രബാബു നായിഡു ഭരണം പിടിച്ചിരുന്നത്. നിലവിൽ പവൻ കല്യാൺ ആന്ധ്ര ഉപമുഖ്യമന്ത്രി കൂടിയാണ്. സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന തെലുങ്ക് മണ്ണിൽ അല്ലു അർജുൻ പരസ്യമായി കോൺഗ്രസ് സർക്കാരിനെതിരെ പടനയിച്ചാൽ അത് തെലങ്കാന സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുന്നതാണ്. 119 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 64 സീറ്റുകളാണ് ഉള്ളത്. BRSന് 39ഉം BJPക്ക് 8 സീറ്റുകൾ നിയമസഭയിലുണ്ട്. ഇതിനു പുറമെ CPIക്ക് 1ഉം AIMIMന് 7 സീറ്റുകളുമാണ് ഉള്ളത്. ജനകീയനായ രേവന്ത് റെഡ്ഡിയുടെ പ്രവർത്തനമാണ് കോൺഗ്രസിന് തെലങ്കാന ഭരണം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ജനപ്രീതി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിച്ചിരുന്നില്ല.
ആകെയുള്ള 17 ലോക്സഭാ സീറ്റുകളിൽ 8 സീറ്റുകൾ വീതമാണ് NDAയും ഇന്ത്യ സഖ്യവും തെലങ്കാനയിൽ നേടിയിരിക്കുന്നത്. AIMIMന് 1 സീറ്റും ലഭിക്കുകയുണ്ടായി. കോൺഗ്രസ് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ നടത്തിയ ഈ അറസ്റ്റ് നാടകമെന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് തന്നെ ഇത് തിരിച്ചടിയാകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നത്. കോൺഗ്രസ് സർക്കാരിനെതിരെ അല്ലു അർജുൻ തന്നെ പടനയിക്കാൻ ഇറങ്ങുന്നതോടെ തെലങ്കാനയുടെ മണ്ണിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിലാണ് അല്ലു അർജുന്റെ അറസ്റ്റിൽ തെലങ്കാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ക്രിയാത്മകമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസിന് ബഹുമാനമില്ലെന്ന് അശ്വിനി വൈഷ്ണവ് ആരോപിച്ചു. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതിന്റെ കളങ്കം മറയ്ക്കാൻ ഇപ്പോൾ സർക്കാർ പബ്ലിസിറ്റി സ്റ്റണ്ടുകളിൽ ഏർപ്പെടുകയാണ്. അധികാരം ഏറ്റെടുത്ത് 1 വർഷമായപ്പോഴേക്കും ഇതാണ് അവസ്ഥയെന്നും അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ പ്രതിപക്ഷ പാർട്ടികളും രേവന്ത് റെഡ്ഡി സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതേസമയം അല്ലു അർജുന്റെ അറസ്റ്റിൽ പ്രതികരിച്ച BJP MPയും നടിയുമായ കങ്കണ റനാവത്ത് നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണെന്നും സാമൂഹിക നില പരിഗണിക്കാതെ എല്ലാവർക്കും നിയമങ്ങൾ ബാധകമാകണമെന്നും പറയുകയുണ്ടായി.